നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ താമസിക്കുന്ന പ്രവാസികൾക്കും ഗ്രീൻ കാർഡ് സ്വപ്നം കണ്ട് അവിടെ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് അഥവാ USCIS ഗ്രീൻ കാർഡുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് നയത്തിൽ വളരെ കർശനമായ പുതിയ മാർഗരേഖ പുറത്തിറക്കിയിരിക്കുകയാണ്. പ്രമുഖ നിയമസ്ഥാപനമായ ക്വാർലേസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇനി മുതൽ യുഎസിനുള്ളിൽ ഇരുന്നുകൊണ്ട് വിസ മാറ്റം വരുത്തുന്നത് അത്ര എളുപ്പമാകില്ല. ഈ പുതിയ നയത്തെക്കുറിച്ച് ഓരോ വിദേശിയും അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. യുഎസിൽ താൽക്കാലിക വിസയിൽ എത്തിയ ശേഷം അവിടെ വെച്ച് തന്നെ സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡിലേക്ക് മാറുന്ന പ്രക്രിയയാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ്. എന്നാൽ പുതിയ നിയമപ്രകാരം ഈ ആനുകൂല്യം അത്ര എളുപ്പമാകില്ല. ഇത് സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന 5 പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് ഇനി അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമെന്നാണ് നിയമം പറയുന്നത്. പുതിയ USCIS മെമ്മോ പ്രകാരം ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുന്ന വിദേശികൾ ഇനി മുതൽ യുഎസിന് പുറത്തുള്ള തങ്ങളുടെ സ്വന്തം രാജ്യങ്ങളിലെ US കോൺസുലേറ്റുകൾ വഴി മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. യുഎസിനുള്ളിൽ വെച്ച് സ്റ്റേറ്റസ് മാറ്റുന്നത് കേവലം ഒരു അസാധാരണ സാഹചര്യത്തിൽ ഗവൺമെന്റ് നൽകുന്ന പ്രത്യേക ഭരണപരമായ ഇളവ് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ H1B L1 വിസയിലുള്ളവർക്കും അവരുടെ ഡിപ്പെൻഡുകൾക്കും അതായത് H4 L2 എന്നിവയിൽ ഉള്ളവർക്കും വലിയ ആശ്വാസം നൽകുന്നുണ്ട്. കാരണം ഈ വിസകൾക്ക് ഡ്യുവൽ ഇന്റന്റ് അഥവാ ഒരേ സമയം താൽക്കാലികമായി ജോലി ചെയ്യാനും ഭാവിയിൽ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാനുമുള്ള നിയമപരമായ അവകാശമുണ്ട്. അതുകൊണ്ട് ഈ വിഭാഗത്തെ ഇത് വലിയ രീതിയിൽ ബാധിച്ചില്ലെങ്കിലും ഉദ്യോഗസ്ഥരുടെ വിവേചനാധികാരം ഇവിടെയും ബാധകമായിരിക്കും. അടുത്തത്, താൽക്കാലിക വിസക്കാർ രാജ്യം വിടേണ്ടി വരും എന്നാണ്. യുഎസിൽ സ്റ്റുഡന്റ് വിസയിലുള്ളവർ അതായത് F1 വിസയിലുള്ളവർ, ടൂറിസ്റ്റ് വിസയിൽ എത്തിയവർ അതായത് B1 B2 അല്ലെങ്കിൽ മറ്റ് താൽക്കാലിക വിസയിലുള്ളവർ യുഎസിൽ വെച്ച് തങ്ങളുടെ ഗ്രീൻ കാർഡിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഇനി സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. US താമസം ഒരു ഗ്രീൻ കാർഡിലേക്കുള്ള ചവിട്ടുപടിയായി ഉപയോഗിക്കുന്നത് തടയാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വിസക്കാർ സ്വന്തം നാട്ടിലെത്തി US കോൺസുലേറ്റ് വഴി മാത്രമേ ഇനി ഇമിഗ്രന്റ് വിസയ്ക്ക് അപേക്ഷിക്കാവൂ എന്ന് ഈ നയം വ്യക്തമാക്കുന്നു. അടുത്തത്, ഓരോ കേസും പ്രത്യേകം പരിശോധിക്കുമെന്നും നിയമം പറയുന്നു. യുഎസിൽ വെച്ച് അഡ്ജസ്റ്റ്മെന്റിന് അപേക്ഷിക്കുന്ന ഒരാളുടെ സാഹചര്യം അസാധാരണമാണോ എന്ന് തീരുമാനിക്കുന്നത് USCIS ഉദ്യോഗസ്ഥരുടെ വിവേചനാധികാരത്തിന് വിട്ടിരിക്കുകയാണ്. ഇതിനായി ഉദ്യോഗസ്ഥർ അപേക്ഷകന്റെ എല്ലാ പശ്ചാത്തലവും പരിശോധിക്കും. വിസ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടോ, മുൻപ് വ്യാജരേഖകളോ തെറ്റായ വിവരങ്ങളോ നൽകിയിട്ടുണ്ടോ, നിശ്ചിത സമയപരിധിക്കുള്ളിൽ രാജ്യം വിട്ടു പോകുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ നെഗറ്റീവ് കാര്യങ്ങൾ കർശനമായി വിലയിരുത്തും. അതേസമയം കുടുംബ ബന്ധങ്ങൾ, ഗുഡ് മോറൽ ക്യാരക്ടർ എന്നിവ പോസിറ്റീവ് ഘടകങ്ങളായി പരിഗണിക്കും. അടുത്തത്, അസാധാരണ സാഹചര്യങ്ങൾക്ക് കൃത്യമായ നിർവചനമില്ല എന്നും നിയമം പറയുന്നു. എന്താണ് ഈ അസാധാരണ സാഹചര്യമെന്ന് USCIS തങ്ങളുടെ മെമ്മോയിൽ കൃത്യമായി നിർവചിച്ചിട്ടില്ല എന്നതാണ്. ഇതിനായി ഒരു പ്രത്യേക ചെക്ക് ലിസ്റ്റോ ഉദാഹരണങ്ങളോ നൽകിയിട്ടില്ല. പകരം ഓരോ അപേക്ഷകന്റെയും ടോട്ടാലിറ്റി ഓഫ് സർക്കംസ്റ്റാൻസസ് വിലയിരുത്തി ഉദ്യോഗസ്ഥർക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാം. ഇത് അപേക്ഷകളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾക്കും കർശനമായ പരിശോധനകൾക്കും വഴിതെളിക്കും. അടുത്തത്, നിയമവിരുദ്ധമായി യുഎസിൽ താമസിക്കുന്നത് തടയലും വിഭവങ്ങളുടെ പുനഃക്രമീകരണവുമാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കടുത്ത തീരുമാനം അധികൃതർ എടുത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിസ കാലാവധി കഴിഞ്ഞിട്ടും യുഎസിൽ നിയമവിരുദ്ധമായി തങ്ങുന്നവരുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അപേക്ഷകൾ കുറയ്ക്കുന്നതിലൂടെ USCISന്റെ മനുഷ്യവിഭവശേഷിയും സമയവും ലാഭിക്കാൻ സാധിക്കും. ഈ സമയം ഉപയോഗിച്ച് മനുഷ്യക്കടത്തിന് ഇരയായവർക്കുള്ള വിസകൾ, പൗരത്വ അപേക്ഷകൾ, മറ്റ് അടിയന്തര കേസുകൾ എന്നിവ വേഗത്തിൽ തീർപ്പാക്കാൻ സാധിക്കുമെന്നാണ് USCIS വ്യക്തമാക്കുന്നത്. US ഗ്രീൻ കാർഡ് പ്രക്രിയയെ കൂടുതൽ സങ്കീർണവും കർശനവുമാക്കുന്ന ഒന്നാണ് കോർലേസ് റിപ്പോർട്ട് ചെയ്ത ഈ പുതിയ USCIS നയം. നിലവിൽ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നവരെ ഇത് ഉടനടി ബാധിക്കില്ലെങ്കിലും പുതിയ അപേക്ഷകർ ഇനി മുതൽ വളരെ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡ്യുവൽ ഇന്റന്റ് ഇല്ലാതെ വിസകളിലുള്ളവർ നിയമോപദേശം തേടിയ ശേഷം മാത്രം മുന്നോട്ടു പോകുന്നതായിരിക്കും സുരക്ഷിതം.